നമ്മുടെ പാതകളിൽ അപകടം വിളിച്ചു വരുത്തുന്നതോ പിഞ്ചോമ്പനയുടെ ജീവൻ പൊലിഞ്ഞതിൽ ഉത്തരവാദി ആര്? ഡ്രൈവറുടേത് ഗുരുതര വീഴ്ചയോ? കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ ഡ്രൈവറുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച. വാഹനം ഓടിക്കുന്ന സമയത്ത് ഡ്രൈവർ ഉപയോഗിച്ച ഫോണിൽ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടത് 4:03-നും അപകടം സംഭവിച്ചത് 4:04-നും. അപകടമുണ്ടായതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇതേ സമയത്ത് തന്നെയാണ് ഡ്രൈവറുടെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് അപ്ലോഡ് ആയത്. ഇതുതന്നെയാണ് സംശയത്തിന് കാരണം. ഇയാളിട്ട സ്റ്റാറ്റസിന്റെ സ്ക്രീൻഷോട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപകടം നടന്ന സമയവും സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യപ്പെട്ട സമയവും ഒന്നാണെന്നാണ് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ അപകട സമയത്ത് ഡ്രൈവർ നിസ വാട്സാപ്പ് ഉപയോഗിച്ചിരിക്കാമെന്ന സംശയം ബലപ്പെടുകയാണ്. ഡ്രൈവർക്ക് വീഴ്ച സംഭവിച്ചതായാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ. ബസ് അമിത വേഗത്തിലാണ് വന്നത്. വാഹനത്തിന് 14 വർഷത്തെ പഴക്കമുണ്ടെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റിയാസ് പറഞ്ഞു. വാഹനത്തിന്റെ ബ്രേക്ക് സംവിധാനത്തിന് പ്രശ്നങ്ങളില്ലെന്നാണ് പ്രാഥമിക നിഗമനം. മാത്രമല്ല ബസിന്റെ ഫിറ്റ്നസ് സാങ്കേതികമായി അവസാനിച്ചിരുന്നു. എന്നാൽ സർക്കാരിന്റെ പുതിയ നയപ്രകാരം ഫിറ്റ്നസ് ഏകീകരിച്ച് നൽകിയിരുന്നുവെന്നും MBI വ്യക്തമാക്കി. ജനം, കണ്ണൂർ. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം തേടി പോലീസ്. പ്രതികളായവർ പ്രായപൂർത്തിയാകാത്ത 2 പേർ. തൃശൂർ പാല്യം റോഡ് എളക്കൊടുത്തൂർ വീട്ടിൽ ജോൺ ഡേവിഡിന്റെ മകൻ ലിവിന്റെ കൊലപാതകത്തിലാണ് ഇവർ പിടിയിലായത്. ഇന്നലെ രാത്രി 8:30 തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര നടയോട് ചേർന്ന മഴവെള്ള സംഭരണിക്കടുത്ത് വെച്ചാണ് സംഭവം. അരമണിക്കൂറോളം നീണ്ട തർക്കത്തിനൊടുവിൽ പ്രതിയായ 14-കാരൻ കത്തിയെടുത്ത് ലിവിനെ കുത്തുകയായിരുന്നു. ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രായപൂർത്തിയാകാത്ത 2 പ്രതികളും മുൻപും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മുൻപ് ഇവർക്കെതിരെ സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ പരാതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവർ പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. സഹപാഠിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിനെ പ്രതിയായ 14-കാരനെ നേരത്തെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിരുന്നു. സംഭവത്തിൽ മുൻവൈരാഗ്യമില്ലെന്നും പ്രതികളായ കുട്ടികൾ ലഹരിക്ക് അടിമകളാണെന്നാണ് ലഭിക്കുന്ന സൂചന. ഇക്കാര്യം ഉറപ്പിക്കാൻ പോലീസ് വൈദ്യപരിശോധനയും നടത്തിയിട്ടുണ്ട്. അതേസമയം കൊലപാതകത്തിന് ഉപയോഗിച്ചത് 14-കാരനെ കത്തിയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ജനം, തൃശൂർ. നാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ കാണാതായ ഏലത്തൂർ സ്വദേശിയായ സൈനികൻ വിഷ്ണുവിനെ നാട്ടിൽ തിരികെ എത്തിച്ചു. ഇന്നലെ രാത്രി ബാംഗ്ലൂരിൽ നിന്നാണ് ഏലത്തൂർ SIയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം വിഷ്ണുവിനെ കണ്ടെത്തിയത്. 11 ദിവസം നീണ്ട അന്വേഷണത്തിൽ 1500-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് വിഷ്ണുവിൻ്റെ സഞ്ചാരപാത തിരിച്ചറിഞ്ഞത്. കഴിഞ്ഞ മാസം 17-നാണ് പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അവധിക്ക് നാട്ടിലേക്ക് തിരിച്ച വിഷ്ണുവിനെ കാണാതായത്. വിഷ്ണുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും വീട്ടിലെത്തേണ്ടിയിരുന്ന സമയം കഴിഞ്ഞിട്ടും എത്താതിരിക്കുകയും ചെയ്തതോടെ കുടുംബം എലത്തൂർ പോലീസിൽ പരാതി നൽകി. 11 ദിവസം നീണ്ട ഊർജിത അന്വേഷണത്തിനൊടുവിൽ ഇന്നലെ രാത്രി ബംഗളൂരുവിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് വിഷ്ണുവിനെ കണ്ടെത്താനായത്. സാമ്പത്തിക പ്രയാസം മൂലം വിട്ടുനിന്നതാണെന്ന് വിഷ്ണു പറയുന്നു. ബാംഗ്ലൂരും മുംബൈയിലായിട്ടായിരുന്നു. അല്ലല്ല, ഞാൻ അല്ലാതെ എങ്ങനെ ഇല്ല അറിഞ്ഞില്ല. സാറുമാരെ കൂടെ ഇപ്പോൾ വണ്ടിയിൽ വരുമ്പോൾ സാറുമാർ പറഞ്ഞപ്പോഴാണ് ഇത്ര വലിയ ഫോണ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ അപ്പോഴത്തെ ഒരു ഇതിന് പറ്റി ഇപ്പോൾ ഹാപ്പിയാണ് ഞാൻ. കാരണം സാറുമാരും ഒരുപാട് പേര് ബുദ്ധിമുട്ടി, അതിലൊരു വിഷമമുണ്ട്. പ്രാർത്ഥനയോടെയും ആശങ്കയോടെയും 2 ആഴ്ച തള്ളി നീക്കിയ വിഷ്ണുവിന്റെ കുടുംബത്തിനത് സന്തോഷത്തിന്റെ പുതുവർഷം. മകനെ തിരിച്ചു കിട്ടിയ ആശ്വാസമാണ് മാതാപിതാക്കൾക്ക്.
എലത്തൂർ SI മുഹമ്മദ് സിയാദിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് വിഷ്ണുവിനെ തേടി പൂനെയിലേക്ക് പുറപ്പെട്ടത്. കാണാതായ ശേഷം വിഷ്ണു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാത്തത് അന്വേഷണ സംഘത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചു. പൂനെ, മുംബൈ ഛത്രപതി ശിവജി ടെർമിനൽ എന്നിവിടങ്ങളിലായി 1500-ലധികം CCTVകൾ പരിശോധിച്ചതിലൂടെയാണ് വിഷ്ണു ഉദ്യാൻ എന്ന ട്രെയിനിൽ കയറി ബാംഗ്ലൂരിലേക്ക് പോയതായി വിവരം കിട്ടിയത്. 31-ാം തീയതി ബംഗളൂരുവിലെ ATMിൽ നിന്നും പണം പിൻവലിച്ചത് അന്വേഷണത്തിൽ നിർണായകമായി. നമ്മൾ CCTV ക്യാമറകളിലൂടെ മാത്രം സഞ്ചരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഊഹിക്കാം, ബോംബെ പോലുള്ള ഛത്രപതി ശിവജി ടെർമിനലിലൊക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ. അവിടെയാണ് നമ്മൾ 3 പേർ ദിവസവും രാത്രി പകലെന്ന് വ്യത്യാസമില്ലാതെ പരിശോധിച്ച് ഇദ്ദേഹത്തെ ഒരാളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഉദ്യാൻ ട്രെയിനിൽ ഇദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത്. നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിരന്തരമായി പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു എമൗണ്ട് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഉണ്ടായത്. ഒരു ATMിൽ വിഡ്രോ ചെയ്തു. അന്വേഷണത്തിന്റെ ഭാഗമായി പൂനെയിലെത്തിയപ്പോൾ സൈന്യം പൂർണ്ണമായി സഹകരിച്ചെന്ന് SI മുഹമ്മദ് സിയാദ് പറഞ്ഞു. വിഷ്ണുവിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണെന്നും സൗമ്യ സ്വഭാവക്കാരനാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിനെ പോലെ സൗമ്യ സ്വഭാവനും നല്ല ഹാർഡ് വർക്കുമായിട്ടുള്ള, ഇന്ത്യക്ക് വേണ്ടി മെഡലടിക്കാൻ സാധ്യതയുള്ള അത്രയും കഴിവുള്ള ഒരാളാണ്. സൗമ്യ സ്വഭാവനാണ് അദ്ദേഹം. പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന ആരും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ അവരുടെ ഒരു അപ്സെറ്റാണ് അവിടെ എല്ലാവരും. മുഹമ്മദ് സിയാദ്, അതുൽ കുമാർ, വൈശാഖി എന്നീ സംഘമാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത്. പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന വിഷ്ണു ബോക്സിംഗ് താരം കൂടിയാണ്. ജനം, കോഴിക്കോട്. കസ്റ്റംസിന്റെ പേരിൽ വ്യാപക ഡിജിറ്റൽ തട്ടിപ്പുകൾ. വിദേശ കറൻസികൾ വിട്ടുകിട്ടാൻ പണം നൽകിയാൽ ഇരട്ടിയായി തിരിച്ചു നൽകുമെന്ന് വാഗ്ദാനം. സമാന തട്ടിപ്പുകളുടെ വിവരങ്ങൾ കസ്റ്റംസിന് കൈമാറി പരാതിക്കാരൻ. കബളിപ്പിക്കപ്പെട്ടവർ നിരവധി പേർ. മുംബൈ വിമാനത്താവളത്തിൽ പിടിച്ചുവെച്ച കറൻസികൾ വിട്ടുകിട്ടാൻ 5 ലക്ഷം രൂപ നൽകണമെന്നും വിട്ടുകിട്ടിയാൽ ഇരട്ടിയായി തിരികെ നൽകാമെന്നും പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ടയാൾ മലയാളിയെ വിളിച്ചെങ്കിലും സംശയം തോന്നിയ വിവരം കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയതോടെ തട്ടിപ്പ് നേരത്തെ പൊളിഞ്ഞിരുന്നു. പണം നൽകി കബളിപ്പിക്കപ്പെട്ട മറ്റൊരാൾ കസ്റ്റംസ് വിട്ടു നൽകിയ കറൻസിയുമായി സമൂഹ മാധ്യമ സുഹൃത്ത് വരുന്നത് കാത്ത് കൊച്ചി വിമാനത്താവളത്തിൽ കാത്തിരുന്ന് മടങ്ങേണ്ടി വന്നിരുന്നു. എന്നാൽ ഇത്തരം തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും വിശദമായ അന്വേഷണം നടത്തുന്നതിന് കസ്റ്റംസിന് പരിമിതികളുണ്ട്. ഇത്തരം തട്ടിപ്പുകളിൽ ജാഗരൂകരായിരിക്കണമെന്ന് മുന്നറിയിപ്പും കസ്റ്റംസ് നൽകുന്നു. കസ്റ്റംസ്, ED, CBI തുടങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പേരിലാണ് ഡിജിറ്റൽ തട്ടിപ്പുകൾ കൂടുതലും. ഡിജിറ്റൽ അറസ്റ്റുകൾ എന്ന് പറഞ്ഞ് വിളിക്കുന്നതെല്ലാം പണം തട്ടാനാണെന്നും ഒരു അന്വേഷണ ഏജൻസിയും ആരോടും പണം ആവശ്യപ്പെടാറില്ലെന്നും അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കുമ്പോഴും തട്ടിപ്പുകൾക്ക് കുറവില്ല. നേരത്തെ ഉത്തരേന്ത്യൻ സംഘങ്ങളായിരുന്നു തട്ടിപ്പുകൾക്ക് പിന്നിലെങ്കിൽ മലയാളികൾ ഉൾപ്പെട്ട സംഘങ്ങളും ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്ക് പിന്നിലുണ്ട്. തടഞ്ഞുവെച്ച പാഴ്സലുകൾ വിട്ടുകിട്ടാനെന്ന പേരിലും പണം ചോദിക്കുന്നുണ്ടെന്നും വിശ്വസിക്കാൻ വ്യാജ ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ തന്നെ തയ്യാറാക്കുന്നുണ്ടെന്നും കസ്റ്റംസ് മുന്നറിയിപ്പ് നൽകുന്നു. ജനം, കൊച്ചി. തിരുവനന്തപുരം ബാലരാമപുരത്ത് ശബരിമല തീർത്ഥാടകരെ മർദ്ദിച്ച 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തീർത്ഥാടകരുടെ വാഹനം സ്കൂട്ടറിൽ ഇടിച്ചു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. ആന്ധ്രയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർക്കാണ് മർദ്ദനമേറ്റത്. തിരുവനന്തപുരം ബാലരാമപുരത്തിന് സമീപം റസൽപുരത്ത് വെച്ചാണ് ശബരിമല തീർത്ഥാടകർക്ക് മർദ്ദനമേറ്റത്. തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം സ്കൂട്ടറിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയി എന്നാരോപിച്ചായിരുന്നു യുവാക്കൾ അയ്യപ്പന്മാരെ മർദ്ദിച്ചത്. ഇവർ സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തുകയും തീർത്ഥാടകരുമായി വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു. തുടർന്ന് സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. റസൽപുരം സ്വദേശികളായ ശരത്, വിഷ്ണു, അനന്തു മോഹൻ എന്നിവരാണ് തീർത്ഥാടകരെ ക്രൂരമായി മർദ്ദിച്ചത്. ആന്ധ്രാപ്രദേശിൽ നിന്നും ശബരിമലയിലേക്ക് വരികയായിരുന്ന അയ്യപ്പന്മാർക്കാണ് മർദ്ദനമേറ്റത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി 3 അറസ്റ്റ് ചെയ്തു നീക്കി. അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരെ നെയ്യാറ്റിങ്കര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരൂരിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മദ്യപിച്ച് ക്ഷേത്ര ചുറ്റമ്പലത്തിനുള്ളിൽ വാഹനം ഓടിച്ച് കയറ്റിയതിനെ തുടർന്ന് സംഘർഷം. നഗരൂർ വടക്കേക്കോട്ടുകാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് സംഘർഷമുണ്ടായത്. കരവാരം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നാസർ, സുഹൃത്ത് സുധീർ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. കരവാരം മേവേക്കൽ സ്വദേശികളായ നാസർ, സുധീർ എന്നിവർ സഞ്ചരിച്ചിരുന്ന കാറാണ്
ക്ഷേത്ര ചുറ്റമ്പലത്തിന് സമീപത്തേക്ക് പ്രവേശിച്ചത്. ഇത് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ ചോദ്യം ചെയ്തതോടെ ഇരുകൂട്ടരും തമ്മിൽ തർക്കത്തിലായി. നാസർ സുഹൃത്തുക്കളെ കൂടി വിളിച്ചു വരുത്തിയതോടെ സംഭവം സംഘർഷമായി മാറി. 2 പേർക്ക് പരിക്കേറ്റു. നഗരൂർ പോലീസ് സ്ഥലത്തെത്തിയാണ് ഇവരെ പിരിച്ചുവിട്ടത്. കാറിലെത്തിയ നാസർ കരവാരം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ്. നാസറും സുഹൃത്തും പോലീസ് കസ്റ്റഡിയിലാണ്. ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. സംഘർഷം മുന്നിൽ കണ്ട സ്ഥലത്ത് പോലീസ് ക്യാമ്പിംഗ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. ജനം, തിരുവനന്തപുരം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനി പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയത് ന്യൂ മാഫി ഇരട്ടക്കൊലക്കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെ. ഈ കേസിലും കൊടിസുനി പ്രതിയാണ്. 1 മാസത്തെ പരോൾ കാലയളവിനിടെ കേസിലെ സാക്ഷികളെ കൊടിസുനി സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ സാധ്യതയുണ്ടെന്ന ആരോപണം ശക്തമാകുന്നു. ാണ് ന്യൂമാഹിയിൽ 2 RSS പ്രവർത്തകരെ CPMകാർ വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊടിസുനി 2ാം പ്രതിയായ ഈ കേസിൽ ഈ മാസം 22-നാണ് തലശ്ശേരി കോടതിയിൽ വിചാരണ തുടങ്ങുന്നത്. ഇതിനിടയിലാണ് അമ്മയുടെ അപേക്ഷ പരിഗണിച്ച് ജയിൽ വകുപ്പ് അനുവദിച്ച പരോളിൽ കൊടിസുനി കഴിഞ്ഞ ദിവസം തവനൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. കേരളത്തെ ഞെട്ടിച്ച കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു ന്യൂമാഹി ഇരട്ട കൊലപാതക കേസ്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന 2 RSS പ്രവർത്തകരെ ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം കൊടിസുനി ഉൾപ്പെടുന്ന സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈസ്റ്റ് പള്ളൂരിലെ പൂശാരിക്കോവിലിന് സമീപം മടോമൽ കണ്ടി വിജിത്ത്, കുറുന്തോടത്ത് ഹൗസിൽ ഷിനോജ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അന്ന് ക്രൂരമായ ഈ കൊലപാതകം നേരിട്ട് കണ്ട സുജിത്ത് എന്നയാൾ ഹൃദയാഘാതം വന്ന് മരിച്ചിരുന്നു. ഈ കേസിന്റെ വാദം തുടങ്ങാനിരിക്കെ കൊടിസുനി പരോളിൽ ഇറങ്ങിയത് സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു. TP കേസിൽ ശിക്ഷിച്ച ശേഷവും നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു കൊടിസുനി. ജനം, കണ്ണൂർ. തിരുവനന്തപുരം നെടുമങ്ങാട് PA ആസിസ് എഞ്ചിനീയറിംഗ് കോളേജിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം കോളേജ് ഉടമയുടേതെന്ന് നിഗമനത്തിൽ പോലീസ്. DNA പരിശോധനാ ഫലം വന്നാൽ മാത്രം സ്ഥിരീകരണം. കോളേജ് ഉടമ മുഹമ്മദ് താഹയുടെ ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കേസിൽ ദുരൂഹതകൾ അവശേഷിക്കുന്നു. നെടുമങ്ങാട് കരകുളം PA ആസിസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ദുരൂഹ സാഹചര്യത്തിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം കോളേജ് ഉടമയും ചെയർമാനുമായ മുഹമ്മദ് താഹയുടേതാണെന്ന നിഗമനത്തിലാണ് പോലീസ്. DNA പരിശോധന ഫലം ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭിക്കുമെന്ന് പോലീസ് വിശദീകരണം. ഇതിനിടെ താഹയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഫോണിന്റെ ഗാലറിയിൽ നിന്നും തനിക്ക് ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന മുമ്പെഴുതിയ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ഇതും മരിച്ചത് താഹയാണെന്ന നിഗമനത്തിലെത്താൻ പോലീസിന് കാരണമായി. കോളേജിലെ പണി തീരാത്ത ഹാളിനുള്ളിലാണ് പൂർണ്ണമായും കത്തിയമർന്ന നിലയിൽ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപം താഹയുടെ ഫോണും ഷൂവും ഹാളിന് മുന്നിൽ നിന്നും കാറും കണ്ടെത്തിയിരുന്നു. നെടുമങ്ങാട് പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. കോളേജുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതായും താഹ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കാനിടയായി. ധനപ്രതിസന്ധികൾ തരണം ചെയ്ത് കോളേജ് പ്രവർത്തനം തുടങ്ങിയെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ താഹയെ അലട്ടിയിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. വസ്തുവകകൾ ആദായ നികുതി വകുപ്പ് ക്രയവിക്രയം നടത്താൻ സാധിക്കാത്ത തരത്തിൽ അറ്റാച്ച് ചെയ്തിരുന്നതായും വിവരങ്ങൾ ലഭിക്കുന്നു. കൊല്ലം സ്വദേശിയായ താഹ തിരുവനന്തപുരത്തായിരുന്നു താമസം. ജനം, തിരുവനന്തപുരം. ഇടുക്കി മാങ്കുളത്ത് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് കുത്തേറ്റു. മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും 8ാം വാർഡ് അംഗവുമായ കിഴക്കേൽ ബിബിൻ ജോസഫിനാണ് കുത്തേറ്റത്. മാങ്കുളം സ്വദേശി ബിനോയിയാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മാങ്കുളം ടൗണിൽ നിൽക്കുകയായിരുന്ന ബിബിനും ബിനോയും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇതിനിടെയാണ് ബിനോയ് സമീപത്തെ കടയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ബിബിനെ കുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ ബിബിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇരുവരും തമ്മിലുണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. മൂന്നാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ ബിനോയ് ഒളിവിൽ പോയി. ബിനോയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾക്കായും പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്. ബിബിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസെടുത്തത്. പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് മൂന്നാർ പോലീസ് വ്യക്തമാക്കി. ജനം, ഇടുക്കി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 10 പേരെ വെറുതെ വിട്ടതിനെതിരെയുള്ള അപ്പീലുമായി CBI. നിയമവിരുദ്ധമായി CBI വിഷയം
നിയമവിദഗ്ധരുമായി CBI വിഷയം ചർച്ച ചെയ്തു. 24 പ്രതികളിൽ 10 പേരെയായിരുന്നു വിചാരണ കോടതിയായ CBI കോടതി വെറുതെ വിട്ടത്. വെള്ളിയാഴ്ച ശിക്ഷാവിധി പ്രഖ്യാപിച്ച ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. വിധിയുടെ വിശദാംശങ്ങൾ നിയമ മന്ത്രാലയത്തെയും അറിയിക്കും. പ്രദീപ്, ബി മണികണ്ഠൻ, എൻ ബാലകൃഷ്ണൻ, ശാസ്ത മധു എന്ന എ മധു, എ റെജി വർഗീസ്, എ ഹരിപ്രസാദ്, രാജു എന്ന പി രാജേഷ്, ഗോപൻ വെളുത്തോളി, സന്ദീപ് വെളുത്തോളി എന്നിവരെയായിരുന്നു CBI കോടതി വെറുതെ വിട്ടത്. ഗൂഢാലോചനയും പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതിയെ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങൾ ചെയ്തവരാണ് പ്രതികളെന്നും ഇവരുടെ കുറ്റം തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ കണ്ടെത്തിയിരുന്നുവെന്നുമാണ് CBIയുടെ വാദം. കൊലപാതക കുറ്റമുള്ള 10 പ്രതികളടക്കം 14 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി ഇവർക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. ഇതിനുശേഷമാണ് അപ്പീൽ നൽകുക. CPM മുൻ MLA KV കുഞ്ഞിരാമനെതിരെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതിയെ കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. 10 പ്രതികൾക്കെതിരെ കൊലക്കുറ്റം, ക്രിമിനൽ ഗൂഢാലോചന, കലാപം സൃഷ്ടിക്കൽ അടക്കമുള്ള കേസുകളുമുണ്ട്. ശിക്ഷാവിധിക്ക് ശേഷം വൈകാതെ അപ്പീൽ നൽകും. അന്വേഷണ സംഘം നിയമവിദഗ്ധരുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. 2019 ഫെബ്രുവരി 17-നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത് ലാലിനെയും കൃപേഷിനെയും കാസർഗോഡ് പെരിയയിൽ വെച്ച് CPM ക്രിമിനൽ സംഘം കൊലപ്പെടുത്തിയത്. 24 പ്രതികളിൽ 14 പേരും ശിക്ഷിക്കപ്പെട്ടത് CPM-നും പ്രതിഭാഗത്തിനും തിരിച്ചടിയായിരുന്നു. ജനം, കൊച്ചി.